നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. ഗുരുവര എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലേക്ക് ഐശ്വര്യങ്ങൾ കടന്നു വരുന്നതിന് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഞാൻ അധികമായും പറയുന്നത്. അതിനോടൊപ്പം എനിക്ക് മറ്റൊരു ചാനലുണ്ട്, സുനിൽ സുന്ദർ രാമൻ. നിങ്ങൾക്ക് ഈ പ്രേതകഥകൾ ഇഷ്ടമുണ്ടെങ്കിൽ അധികമായി ഞാൻ അതിനകത്ത് അതാണ് പറയുന്നത്. പ്രേതകഥകളെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുള്ള സംഭവങ്ങളല്ല. ഞാൻ ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഭയപ്പെടാൻ വേണ്ടിയിട്ട് ഇത് കാണരുത്. എന്താണ് പ്രേതമെന്നും പ്രേതം എങ്ങനെ നമ്മളിലേക്ക് വരുന്നു എന്നും അത് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാക്കും, അതിനെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംഭവങ്ങൾ ഉൾപ്പെടെ ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ ചാനൽ പറയുന്നത് മയിൽപീലി എല്ലാവർക്കും അറിയാം. നമ്മുടെ ബാല്യത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മയിൽപീലി എടുത്ത് പുസ്തകത്തിനകത്ത് വെച്ചിട്ട് അത് പ്രസവിക്കുമെന്ന് പറയും. എന്നും തുറന്നു നോക്കും. ചിലപ്പോൾ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞാൽ പോലും ഈ മയിൽപീലി അതിനകത്ത് ഇരിക്കുന്നത് കാണാം. അപ്പോൾ മയിൽപീലിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ മയിലിനും വളരെ മനോഹരമായിട്ടുള്ളൊരു പക്ഷിയാണ്. അത് പീലിയൊക്കെ വിരിച്ച് നൃത്തം ചെയ്യുന്നത് കാണുന്നത് തന്നെ നമുക്കൊരു ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതം പോലെ തന്നെയാണ് ഈ മയിൽപീലിയുടെ കാര്യത്തിലും. അതും നമ്മൾ നിസ്സാരമായി കാണരുത്. കാണാൻ മാത്രം ഭംഗിയുള്ള ഒരു വസ്തുവായി മാത്രം മയിൽപീലിയെ നമ്മൾ കാണരുത്. കാരണം മയിൽപീലി എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള ഭംഗി മാത്രമല്ല, ഒരുപാട് ശക്തിയുണ്ട് അതിന്. അതായത് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു വസ്തു തന്നെയാണ് മയിൽപീലി എന്ന് പറയുന്നത്. അതായത് ഈ മയിൽപീലി 3 മയിൽപീലി എടുത്തിട്ട് അതിനെ ഒന്നിച്ച് കറുത്ത നൂല് കൊണ്ട് നമ്മൾ ചുറ്റണം. മൊത്തത്തിലല്ല, അത് ഒന്നിച്ച് കൂടെ അതിൻ്റെ ആ കീഴ്ഭാഗം മാത്രം 3 മയിൽപീലി ഒന്നിച്ച് വെച്ചിട്ട് കറുത്ത നൂല് കൊണ്ട് ചുറ്റി കെട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം അതിനകത്ത് തളിച്ചിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിദോഷ പരിഹാരത്തിനായി ശനിദേവനോട് പ്രാർത്ഥിച്ചാൽ, നമുക്കിപ്പോൾ ശനിദശയാണ്, അല്ലെങ്കിൽ കണ്ടകശനിയാണ്, 7 ശനിയാണ്, അഷ്ടമശനിയാണ്, അല്ലെങ്കിൽ ശനിയുടെ അപകാരമാണ്, അങ്ങനെ എന്താണെങ്കിലും ശനി കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മയിൽപീലി നമ്മൾ കെട്ടി വെള്ളം തളിച്ച് ശനിദേവനോട് പ്രാർത്ഥിച്ചാൽ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. അതൊരു വലിയ വിശ്വാസം മാത്രമല്ല, സത്യം തന്നെയാണത്. അതുപോലെ തന്നെ മയിൽപീലി കൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് സമ്പത്ത് വരുന്ന സമ്പത്ത് നിലനിൽക്കുന്നതിന് ഒരുപാട് മാർഗങ്ങൾ നമ്മളെല്ലാവരും തേടി പോകുന്നവരാണ്. മയിൽപീലിക്കും അങ്ങനെ ഒരു കഴിവുണ്ട്. അതായത് നമ്മൾ പണമൊക്കെ സൂക്ഷിക്കുന്ന അലമാരയുടെ മുകൾ ഭാഗത്ത് മയിൽപീലി നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ സമ്പത്ത് വരാനും വരുന്ന സമ്പത്ത് അനാപത്തായിട്ട്, അതായത് ആവശ്യമില്ലാതെ നമ്മുടെ കയ്യിൽ നിന്നും ചോർന്നു പോകാതിരിക്കുന്നതിനും വളരെ നല്ലതാണ്. നമ്മൾ പണം സൂക്ഷിക്കുന്ന അലമാരയുടെ ഏറ്റവും മുകളിലായി മയിൽപീലി സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മയിൽപീലിക്ക് ഈ നെഗറ്റീവുകളെ തുരത്തി ഓടിക്കാനുള്ള ഒരു കഴിവെന്ന് വെച്ചാൽ ഈ മയിൽപീലി ഉള്ളിടത്ത് പെട്ടെന്നൊന്നും ഒരു നെഗറ്റീവ് എനർജി വന്ന് കയറില്ല എന്നുള്ളതാണ്. അപ്പോൾ വീടിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ മയിൽപീലി അതായത് സാധാരണ നമ്മുടെ ഒരു വിശ്വാസിയുടെ വീടാണെങ്കിൽ 2-3 മയിൽപീലി വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കറുത്ത 3 മയിൽപീലി കറുത്ത ചരട് കൊണ്ട് കെട്ടി വെള്ളം തളിച്ച് പ്രാർത്ഥിച്ചാൽ ശനിദോഷങ്ങൾ മാറി കിട്ടുന്നതിനും, പണം സൂക്ഷിക്കുന്ന അലമാരുടെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഈ പണം വരുന്നതിനും വരുന്ന പണം നമുക്ക് അനുയോജ്യമായ വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും, വീടിൻ്റെ ഹാളിൽ എവിടെയെങ്കിലും മയിൽപീലി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരുവിധപ്പെട്ട നെഗറ്റീവ് എനർജി ഒന്നും വീട്ടിലേക്ക് കടന്നു വരില്ല. ശത്രുദോഷങ്ങൾ പോലുള്ള ഒരു ദോഷങ്ങളും പെട്ടെന്നൊന്നും കടന്നു വരാതിരിക്കുന്നതിന് മയിൽപീലി വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ മയിൽപീലി സൂക്ഷിക്കുന്നതുകൊണ്ട് ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് വരില്ല. അതായത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പരസ്പരം സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനൊക്കെ വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യം വീട്ടിൽ കുറയും. ഇപ്പം നെഗറ്റീവ് എനർജി വരുമ്പോഴാണല്ലോ നമ്മൾ പരസ്പരം അടികൂടുകയും ചണ്ട കൂടുകയും പിരിയാനൊക്കെ തയ്യാറാവുകയും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അതൊരു കുറച്ച് മയിൽപീലി വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചാൽ ഒരു വിധത്തിലുള്ള നെഗറ്റീവ് എനർജികൾ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരാതിരിക്കുകയും അതുപോലെ തന്നെയാണ് നമുക്ക് വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ പ്രധാന വാതിലിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും മയിൽപീലി വെച്ചാൽ, അത് പ്രധാന വാതിലിപ്പോൾ മയിൽപീലി എന്നല്ല, മയിൽപീലിയുടെ നല്ല കൃത്യമായിട്ടുള്ളൊരു പടം തന്നെ നമ്മൾ സൂക്ഷിച്ചാൽ പോലും ദുശകനങ്ങളൊന്നും നമ്മളിലേക്കോ നമ്മുടെ വീട്ടിലേക്കോ കടന്നു വരില്ല എന്നുള്ളതാണ്. അപ്പം മയിൽപീലി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ നമുക്ക് ധനം വരുന്നതിനും ശനിദോഷ
നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടുന്നതിനും മറ്റു ഒരു നെഗറ്റീവുകളും നമ്മളെ വീട്ടിലേക്ക് വരാതെ സന്തോഷത്തോട് ജീവിക്കുന്നതും വളരെ നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രമേണ, ഇപ്പം ഇന്ന് ചെയ്ത് നാളെയൊന്നും അതിൻ്റെ ഫലം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് ചെയ്യരുത്. ക്രമേണ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവയോഗമായി തന്നെ വരും. അതിനൊരു സംശയവും വേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിന് ഭൂമിദോഷമോ വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാലേ അത് കൃത്യമായി എന്താണെന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ തന്നെ വിളിച്ചോളൂ. അതിനി മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും മറ്റൊരു ജില്ലയിലാണെങ്കിൽ പോലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം. പിന്നെ അതുപോലെ നമുക്ക് നേരിട്ട് ഇരുന്ന് ജ്യോതിഷം നോക്കാനുള്ള സംവിധാനമുണ്ട്. ഓൺലൈൻ വഴി അല്ലാതെ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് നേരിട്ടിരുന്ന് ജ്യോതിഷം നോക്കാനുള്ള സംവിധാനമുണ്ട്. അത് തിരുവനന്തപുരത്താണ് നിങ്ങൾ വരേണ്ടത്. അവിടെ വരുന്നെങ്കിലും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.